ഹലോ ഗൈസ്. അപ്പം ഇന്നത്തെ പരിപാടി നമ്മള് തിരിച്ച് യൂട്യൂബ് ബ്ലോഗിലോട്ട് വന്നിരിക്കുന്നു. ലാസ്റ്റ് ബ്ലോഗ് അപ്പം 6 മാസം മുമ്പ് എന്താണ് ഇട്ടത് സംഭവം. ഒരു പുതിയ മൈക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഒരു ബ്രദർ എനിക്ക് മേടിച്ചു തന്നെയാണ്. സോ ചുമ്മാ അല്ലല്ലോ, ഗുണമുണ്ട്. ഓക്കെയാണ്, ഈസി മൈക്കാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളത്തെ പരിപാടി നമ്മളെ ചങ്ങായിമാരൊക്കെ നമ്മളെ മെയിൻ സ്പോട്ടിൽ ഇരിപ്പുണ്ട്. നമുക്ക് അവന്മാരത്ത് പോവാം. സംഭവം ഞാൻ ജിമ്മിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അമ്മാരെ പോയി നമുക്ക് കണ്ടുമുട്ടാം. ലെറ്റ്സ് ഗോ. എൻ്റെ ഈ വണ്ടി, എൻ്റെ ഈ നീല ഫസീനോ, നീലല്ലേ സംഭവം, മോഡിഫൈഡ്. അതിനകത്ത് സംഭവം മോഡിഫൈഡ് ആണ് ഈ വണ്ടിക്ക് ഇനി ഞാൻ കുറെ കടമുണ്ട്. സംഭവം വണ്ടി ഇറക്കിയിട്ടൊരു 6-7 വർഷമായി. പക്ഷെ വണ്ടിയുടെ പെർഫോമൻസ് ഉണ്ടല്ല, ഇടയ്ക്ക് എയറോപ്ലെയിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമെങ്കിലും ഈ വണ്ടി എൻ്റെ എന്തൊക്കെ ആവശ്യത്തിന് വന്നിട്ടൊന്നും അറിയാമോ. ഒരു വണ്ടി ഇല്ലെങ്കിൽ സമയത്തിന് ഈ വണ്ടി മാത്രമേ കാണത്തുള്ളൂ. ദിസ് ഈസ് എൻ്റെ ഗ്യാങ്ങിൻ്റെ മെയിൻ വണ്ടി ഇത് തന്നെയാണ് ഗൈസ്. ഇതാണ് എൻ്റെ മെയിൻ വണ്ടി. എൻ്റെ ഡാഡി ഇറക്കി തന്ന വണ്ടിയാണ്. നമുക്ക് എന്തായാലും പെട്രോൾ അടിക്കണം. ഇതിനകത്ത് ഒരു തേങ്ങയും കാണൂല. 50 രൂപ പെട്രോൾ അടിച്ചാൽ 2 ദിവസം കളക്കും ഗൈസ്. യെസ്, നമുക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് നമുക്ക് അമ്മ അടുത്ത് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും വെളി ഇറങ്ങി. ഇതാണ് നമ്മുടെ മലപ്പുറം ഉസ്താദ്. ഉസ്താദിന് പഠിക്കാൻ പോണ ഉസ്താദാണ്. അതിങ്ങനെ ഇതാക്കാൻ പാടില്ല കേട്ടോ, അത് പുറത്തായി അറിയാൻ പാടില്ല. ഇതാണ് നമ്മുടെ റാസിഖ് കാക്കോത്രി. പല പേരും ഉണ്ട്. റാസിഖ് നമ്മളെ വിഴിഞ്ഞത്തെ മെയിൻ ആണ്. അവന്മാരോ അബ്ദുള്ള കട്ടനെ കൊണ്ട് പോയി. നമ്മളെ ഇവിടുത്തെ കാർലോസ് ആണ് വരുന്നത്. ലെഫ്റ്റ് ലെഗ് പ്ലെയർ ആണ് നമ്മളെ വിഴിഞ്ഞത്തെ. സോ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയാനില്ല, പക്ഷെ എനിക്ക് അഭിമാനമുണ്ട്. സോൾ ലെഫ്റ്റ് ലെഗ് പ്ലെയർ ആണ് നമ്മളെ ഇവിടുത്തെ കാർലോസ് എന്ന് വിളിക്കാൻ നമ്മള്. കളിക്കാരനോട് ഹലോ ഗൈസ്, ഇവിടെ നമുക്ക് സേതുവിനെ പോയി ക്യാച്ച് ചെയ്യാം. ഗൈസ്, അവൻ മേളിരുന്ന് എന്തോ കാണുകയാണ്. എന്താ ചോമു? അങ്ങനൊന്നുമില്ല. ക്യാമറ ഫോണൊക്കെ എടുത്തരാ. തുറക്ക് അവൻ രക്ഷപ്പെട്ടു. അവനവിടെ പോട്ടിയിടാം നമുക്ക്. സെറ്റ് അവിടെ ഇരുന്നോട്ടോ. പാവം തുറന്നോടാ. അടുത്ത് നമ്മള് ക്യാമറ കിട്ടോടോ ഒരു ദിവസം. നമ്മളടുത്ത് റൂമിലോട്ട് പോയാണ്. നമ്മള് റൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് നമ്മളെ ഇർഷാദ്. ഇതാണ് നമ്മുടെ ഇർഷാദ്. കണ്ണാടി വെച്ച ഇർഷാദ് മുഖത്ത് നോക്കൂ. ക്യാമറയിൽ നോക്കൂ. ക്യാമറയിൽ നോക്കൂ. ഇതാണ് നമ്മുടെ അബ്ദുൽ അൽ അമീൻ. അല്ല, ഇബിന് അല്ലമീൻ. ഇബിനെന്ന് വെച്ചാ ഇന്ന ആളെ വായനെന്നാണ് മണ്ട. അറിയാലോ. അജ്മൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയാനില്ല. നല്ലതാണ്, എല്ലാം നല്ലതിനാണ്. നമുക്ക് ആഷിഖ് അവനും പോയാ? ആഷിഖ് വാസ് ഓടി ഗൈസ്. വൈകിട്ടെടുത്ത അല്ലെ മറ്റേ കിട്ടൂല നേരെ. ജിമ്മിൽ പോണം. സേതു വാ. നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല സേതു. കമോൺ. ഇതാണ് നമ്മുടെ പീക്ക് സ്ഥലം. ഇവിടെ നിന്ന് നോക്കിയാ നിങ്ങക്ക് അങ്ങോട്ട് നോക്കിയാ ഗ്രൗണ്ട് കാണാം ഗൈസ്. പക്ഷെ ഇവിടെ എന്നെ പോലും കാണാനില്ല. വീഡിയോയിൽ നോക്കിയിട്ട് കാര്യമില്ല. രാവിലെ ഒരു ദിവസം കൊന്നിടുക. ഇപ്പുറത്തൊക്കെ ഫുള്ള് വീടിലാണ്. കളക്ഷൻസ് ഒക്കെ ഇവിടെ ചുമ്മാ നിരുന്ന ചുമ്മാ കിട്ടും. അങ്ങനെ തിരിച്ചറിയില്ലേ? നമ്മള് ചുമ്മാ തിരിക്കുന്നതാണ്. യെസ് ഗൈസ്, അതൊന്നല്ല.
കറണ്ട് ബില്ല് പൊളിട്ടിച്ച ഡേയ് നീ എന്തിനാ കിടന്ന് ഓടുന്ന അല്ല നീ എപ്പോഴായാലും അല്ല നീ എപ്പോഴായാലും വ്ളോഗിൽ പെടേണ്ടി വരുമല്ലേ ഡിപ്രസേഷനാ ആരെന്ന് അപ്രിസിയേഷനാ ഡിപ്രിസിയേഷനാ അത് മറ്റേ ഇംഗ്ലീഷിലുള്ള സാധനമല്ലേ ഇംഗ്ലീഷിലുള്ള അപ്രിസിയേഷൻ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു എന്തിനാ ഡബിൾ ലൈറ്റിംഗ് ഒക്കെ അവൻ ലേറ്റ് പിടിക്കാൻ പിടിയാ ആര് വണ്ടി പഠിക്കുന്നത് ആര് ഓഫ് ആക്കിട്ട് വണ്ടി ഗ്രൗണ്ടിൽ സ്കൂട്ടറല്ലേടാ ഓഫ് ആക്കണ പഠിക്കണ ബൈക്കാണ് സ്കൂട്ടർ എന്തെങ്കിലും ആവട്ടെ റാസേഖ് കമോൺ എന്തിനാണ് സുഖം തന്നെ സുഖമാണ് ബ്രോ ഹൗ ആർ യു ഫൈൻ ബ്രോ താങ്ക് യു വെൽക്കം യെസ് അടുത്ത് ഇർഷാദ് ഹൗ ആർ യു ഐ എം ഫൈൻ താങ്ക് യു ഹൗ ആർ യു ഐ ആം ഫൈൻ താങ്ക് യു ഓക്കെ ഏയ് പല്ലിന്റെ രഹസ്യം എന്താണ് താങ്കളുടെ പലിന്റെ രഹസ്യം ക്ലോസപ്പ് ഓഫ് ആക്കിയ ഫ്ലാഷ് പോയി സീക്രട്ട് ഇറങ്ങില്ല സീക്രട്ട് ക്ലോസപ്പ് ക്ലോസപ്പ് ആണോ ക്ലോസപ്പിൽ താങ്കൾ എന്താണ് ചെയ്യുന്നത് നമ്മളും ക്ലോസപ്പ് ഒക്കെ തേച്ചിട്ടുള്ളതാണ് എന്റെ പല്ലിൽ പ്രത്യേക ഇത് കുറെ സംഭവങ്ങളൊക്കെ ചേർത്ത് ഇങ്ങനെയാണ് ചിരി പല്ലൊന്നും കാണിക്കാൻ കാണിക്കില്ല, reveal ചെയ്യാൻ പല്ലൊന്നും പറ്റില്ല. പിന്നെ ഒരു വാക്കിൽ റിവീൽ ചെയ്യാം ഓക്കെ അവൻ പുള്ളിക്കാരൻ ചിരി റിവീൽ ചെയ്ത് ഓ പുള്ളം പിടിക്കണം പുള്ള ഇവിടെ ഇവ ഓടിക്കളയണ്ടാ ഇൻവേർട്ടറാ ജനറേറ്റർ ആവടാ ഇങ്ങോളാ ജനറേറ്റർ മണ്ടാ നീയാണെന്ന് അറിയണ്ടേ അവിടെ വിളിച്ചു നമ്മള് ഇത് കാണാൻ ഓടിക്കളയെന്ന് ചെയ്തു അതെ ഞാൻ അത് മാത്രമല്ല നമ്മൾ ഈ ഇൻസ്റ്റ അടിച്ചിടുന്നതാണ് നിന്നെ സെപ്പറേറ്റ് അടിച്ചിടും മര്യാദക്ക് വാ ഇങ്ങ് വാടാ ഇൻട്രൊഡ്യൂസ് ഇങ്ങ അവന്റെ വീട്ടിൽ അവൻ ഓടിക്കളിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സ്പോട്ടിലെ മെയിൻ പരിപാടികള് ഇതെല്ലാം നമ്മളെ മെയിൻ സ്പോട്ട് ഓ അതാണ് നമ്മളെ മെയിൻ സ്പോട്ട് ഒന്നുമില്ല മെയിൻ സ്പോട്ട് സൈദൂരെ വീട് തന്നെയാണ് മേളത്തെ വീടുണ്ട് താഴത്തെ വീടുണ്ട് മേളത്തെ വീടാണ് മെയിൻ സ്പോട്ട് നമ്മൾ അവിടെയാണ് ഊണയും തേങ്ങയും മാങ്ങയൊക്കെ കളിക്കാറ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഡെയിലി പരിപാടികൾ തേരാ പറയാതിരിക്കാം നമുക്ക് ഒരു ദിവസം ചായ കുടിക്കുന്ന വ്ളോഗ് എടുക്കാം ഡെയിലി വ്ളോഗ് ഉണ്ട് 30 പറ 30 ഡെയിലി വ്ളോഗ് ഉണ്ട് ബട്ട് അവസാന ദിവസം നമ്മൾ കാണത്തില്ല അവസാന ദിവസം പെരുന്നാളല്ലേ പെരുന്നാളാണെന്ന് ഓ 30 ദിവസം വ്ളോഗ് അല്ലേ യെസ് റമദാന്റെ വ്ളോഗ് നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട് നമുക്ക് എല്ലാ ഒരേപോലെ റമദാന് രാവിലെ കഴിക്കുന്നു പള്ളി പോകുന്നു പരിപാടി വേറെ ഇതൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ പ്രത്യേകത സെറ്റ് ചെയ്യാം അതൊക്കെ തന്നെ അതൊക്കെ ഉള്ളു പിന്നെ റമദാൻ അതി നമ്മൾ 30 ദിവസം വേണമെങ്കിൽ ഒരേപോലെ തന്നെ നമുക്ക് വീഡിയോ ഡെയിലി എടുത്തിടാം യെസ് ഗൈസ് എല്ലാം വരുന്നതായിരിക്കും ഇനി ഇപ്പൊ മൈക്ക് കിട്ടിയ സ്ഥിതിക്ക് കുറച്ച് സമാധാനമുണ്ട് സ്വസ്ഥമായിട്ട് സംസാരിക്കാം ക്യാമറ പിടിച്ചു ഇല്ലെങ്കിൽ ക്യാമറ ഒന്നും കേൾക്കൂല ഇപ്പൊ സ്വസ്ഥമായിട്ട് കേക്കാം പിടിച്ച് കഥ അടച്ച് പൂട്ടിയിട്ടിരിക്കുന്നു ഡേയ് തുറന്നിട്ട് പോടാ ഡേയ് നമ്മൾ അവന്റെ തട്ടിൽ പോട്ടിട്ടിരിക്കുകയാണ് ഡോർ തുറക്കടോ തലമുട ഒരു മൈക്ക് അവിടെ ക്യാമറമാന്റെ ഒരു മേക്ക് ഉള്ളതാണ് സംസാരിക്കുമ്പോ ഫുള്ള് മൈക്കിലായിരിക്കണം അതെല്ലാം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒന്നും കേൾക്കൂല ഭയങ്കര മൈക്കിന് ഇച്ചിരി നോയ്സ് ക്യാൻസലിംഗ് കൂടുതലാണ് അതെ തന്നെ പിന്നെ പൈസ കിട്ടി തുടങ്ങുമ്പോ നമുക്ക് അടുത്ത പുതിയ മൈക്ക് കാണാം ആഷിക്കൊക്കെ പോയി വീട്ടിൽ പോണ് എന്റെ വണ്ടി ഉണ്ട് ഫ്ലാഷ് പോടാളിയാ കുറച്ച് ഓഫ് ആക്കിയത് അല്ലേ ഫ്ലാഷ് കഴിഞ്ഞ പിന്നെ വണ്ടി തന്നെ പോണം
7 എന്റെ വണ്ടി 4 പേരൊക്കെ കയറുവാടേ. നമ്മ 4 പേര് 5 പേരല്ലേ പോണം എന്റെ വണ്ടിയിൽ. യെസ് ഗൈസ്, അപ്പൊ അവിടെ അടുത്ത് ഇവിടെ നിന്ന് വീട്ടിൽ പോവാണ്. തൽക്കാലം എന്റെ ഊഹത്തിലെ ഇൻട്രൊഡ്യൂഷൻ ഇവിടെ ആയെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തൽക്കാലം ഇത്രയും മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ വാ. ജിമ്മില് നമ്മൾക്ക് 5 മണി തൊട്ട് 7 മണി വരെ ഇടയിൽ എപ്പോ വേണേലും പോവാം. 6 മാസം കൊണ്ട് ഈ ബോഡി സെറ്റ് ആക്കി എവിടെ പോണ്? അമ്മാര് സ്ഥലം വിടുന്നു, നമ്മളും സ്ഥലം വിടാൻ പോകുന്നു ഗൈസ്. നമ്മളെന്തായാലും സ്ഥലം വിടാൻ പോകുന്നു. ഇവിടെ 3 ലൈറ്റ് ഒക്കെ ഫേമസ് ഉണ്ടെങ്കിൽ എല്ലാരും പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഗുഡ് ബൈ.